മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ശുക്രദശയാണ്. പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തുന്ന ചിത്രങ്ങൾ സ്വീകരിക്കപ്പെടുന്നതോടൊപ്പം സർപ്രൈസ് ഹിറ്റുകളും ഉണ്ടാകുന്നു. ഏറ്റവും പുതിയ വിശേഷം 100 കോടി ക്ലബ്ബിൽ വെറും 9 ദിവസം കൊണ്ടൊരു ചിത്രം എത്തിയെന്നതാണ്. ആടുജീവിതം ഒരു തുടക്കമാണ്. ഒരു 100 കോടി ചിത്രം മലയാളത്തിൽ നിന്നുണ്ടാവുമോ എന്ന് പറഞ്ഞ് പുച്ഛിച്ചവർക്ക് മുന്നിലാണ് 300 കോടി ക്ലബ്ബ്. അതിൽ തന്നെ മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും മലയാളത്തിൻ്റെ എല്ലാ റെക്കോർഡുകളും തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഒരു 10 വർഷം മുമ്പ് 50 കോടി ക്ലബ്ബ് എന്നത് നമുക്ക് ബോളിവുഡിൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായിരുന്നു. ആദ്യ 50 കോടി അടിച്ച് ജീത്തുവും മോഹൻലാലും ദൃശ്യവുമായി എത്തിയതോടെ ഇത് നമുക്കും സാധ്യമാകുമെന്ന് തെളിയിച്ചു. വീണ്ടും മോഹൻലാൽ 100 കോടി തിളക്കവുമായി മുരുകൻ അടുത്ത റെക്കോർഡിട്ടു. പിന്നെയും മോഹൻലാൽ, ലൂസിഫർ അതും കടന്നു. അതിനെ വെട്ടാൻ 2018 എത്തി. 50 കോടിയും 100 കോടി ബിസിനസ്സും മലയാളത്തിന് ഒരു പുതുമയേ അല്ലാതായി. പക്ഷേ 2024 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ഇതര ഭാഷകൾ മലയാളത്തെ അനുകരിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. വെറും 3 മാസം കൊണ്ട് ഏതാനും മലയാള ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് 600 കോടിക്ക് മുകളിലാണ്. കോവിഡ് സർവ്വ മേഖലയെയും കടന്നാക്രമിച്ചതിൽ സിനിമാ ഇൻഡസ്ട്രിയും പത്തിമടക്കി. കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് പലരുടെയും കൈപ്പൊള്ളി. അവിടെ പ്രതീക്ഷയായി OTT ഉദിച്ചെങ്കിലും ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ അവയ്ക്കുമാകുമായിരുന്നില്ല. OTTക്ക് വേണ്ടി പടമെടുക്കുക എന്ന ഘട്ടം മാത്രം വന്നു. അതോടെ എല്ലാം എടുത്തിരുന്ന OTT ഒന്ന് പിൻവലിഞ്ഞു. അപ്പോഴേക്കും തിയേറ്റർ ബിസിനസ് നഷ്ടമായി തുടങ്ങിയിരുന്നു. പലതും കല്യാണ മണ്ഡപങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു. കോവിഡ് അവസാനിച്ചെങ്കിലും മലയാളത്തിൻ്റെ ശനിദശ മാറിയില്ല. 2023 ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചത് 10ഓളം സിനിമകൾ മാത്രം. അതിൽ തന്നെ നിർമ്മാതാവിന് വലിയ ലാഭമുണ്ടാക്കി കൊടുത്തത് 5 സിനിമകളാണ്. എന്നാൽ 2023 അവസാനം ജീത്തു മോഹൻലാലിനെ വെച്ച് ബോക്സ് ഓഫീസിന് തീയിട്ടു. നേര് തിയേറ്ററിൽ നിന്നുള്ള കളക്ഷനും മറ്റു ബിസിനസ്സും അടക്കം 100 കോടി ക്ലബ്ബിൽ ഇടം നേടി. അതായത് അവിടെ മുതലാണ് മലയാളത്തിൻ്റെ നല്ല കാലം തെളിഞ്ഞത്. ജനുവരിയിലും മലയാളം അതിൻ്റെ തേരോട്ടം തുടർന്നു. എബ്രഹാം ഓസ്ലർ, വാലിബൻ. ഇതിൽ വാലിബൻ ആദ്യ ദിവസ കളക്ഷനിൽ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് തിളങ്ങിയില്ല. എന്നാൽ ഓസ്ലർ തിയേറ്ററും നിർമ്മാതാവിൻ്റെ പോക്കറ്റും നിറച്ചു. തിയേറ്ററുകളിൽ നിന്നും മാത്രം 40 കോടിയിലധികം ഓസ്ലർ നേടിയിട്ടുണ്ട്. ഫെബ്രുവരിയിലേക്ക് വരുമ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തും. വീണ്ടും ഹിറ്റ്. പിന്നീടാണ് ബോക്സ് ഓഫീസ് മുഴുവനും കുലുങ്ങുന്നതിന് സാക്ഷ്യം വഹിച്ച 3 ചിത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റടിച്ചത്. ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു. ഫെബ്രുവരിയിൽ മാത്രം മലയാളം വാരിയത് 400 കോടിയാണ്. അതായത് അടുത്തിടെയൊന്നും ഇങ്ങനെയൊരു തൂക്കിയടി ഉണ്ടായിട്ടില്ല. ഇതര ഭാഷകളിൽ കൂടി ഹിറ്റടിച്ച മഞ്ഞുമൽ ബോയ്സ് വാരിക്കൂട്ടിയത് 220 കോടിക്ക് മുകളിലാണ്. പ്രേമലു ആകട്ടെ 130 കോടിയും. സൂപ്പർ താര സാന്നിധ്യമില്ലാതെ മലയാള സിനിമകൾ റെക്കോർഡ് ഭേദിക്കുന്ന കാഴ്ച അപൂർവമായിരുന്നു. നല്ല സിനിമ തന്നാൽ ഞങ്ങൾ തിയേറ്ററിലെത്താമെന്ന് സിനിമാ സഹോദരരുടെ പറച്ചിലിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നത് കൂടിയായിരുന്നു ഈ ചിത്രങ്ങളുടെ വിജയങ്ങളെല്ലാം. ഇതര ഭാഷകളിൽ പോയി ഞെട്ടിക്കുന്ന സിനിമകൾ സംഭവിച്ച വർഷം കൂടിയാണ് 2024. സാധാരണഗതിയിൽ ഒരു മലയാള സിനിമ അന്യഭാഷകളിൽ പോയി കളക്ഷനിൽ നേട്ടമുണ്ടാക്കുന്ന ഒരു പതിവില്ല. തമിഴ്, ഹിന്ദി സിനിമകളും സൗത്ത് ഇന്ത്യൻ മൊഴിമാറ്റ സിനിമകളും ഇവിടെ നിന്ന് പണം വാരി പോകുമ്പോഴും കേരളത്തിന് പുറത്തുള്ള നമ്മുടെ സിനിമയുടെ മാർക്കറ്റ് ശോകമായിരുന്നു. അവിടെയാണ് മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും തരംഗമായത്. 2 ചിത്രങ്ങളുടെയും തമിഴ്, തെലുങ്ക് ഡബ്ഡ് വേർഷൻ അന്യ സംസ്ഥാനങ്ങളിൽ ഓളമുണ്ടാക്കി. മുൻകാലങ്ങളിൽ അതത് ഭാഷ സംസാരിക്കുന്നവരായിരുന്നു ഇത്തരം സിനിമകൾ കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നതെങ്കിൽ മലയാളികളെക്കാൾ കൂടുതൽ തമിഴിലും തെലുങ്കിലും തിയേറ്ററിലേക്ക് ഇരച്ചു കയറുന്നതിന് മഞ്ഞുമലും പ്രേമലുവും സാക്ഷിയായി. പിന്നാലെയാണ് അയാളുടെ വരവ്. മലയാളം ഏറെക്കാലമായി കാത്തിരുന്ന ചിത്രവുമായി ബ്ലെസി എത്തി. ഹൈപ്പിനെ ശരിവെക്കുന്ന തരത്തിൽ ആടുജീവിതം സ്വീകരിക്കപ്പെട്ടു. എല്ലാ റെക്കോർഡുകളും പഴങ്കഥയാക്കിയ ചിത്രം വെറും 9 ദിവസം കൊണ്ട് നേടിയത് 100 കോടിയാണ്. അതിഗംഭീര കുതിപ്പ് തുടരുന്ന ചിത്രം പെരുന്നാൾ, വിഷു സീസൺ കൂടി കാത്തിരിക്കുന്നുണ്ട്. കണ്ടറിയണം ഏതൊക്കെ റെക്കോർഡുകളാണ് കടപുഴകുന്നതെന്ന്. മലയാള സിനിമയുടെ വസന്തകാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വർഷമായി 2024 മാറുമ്പോൾ ആടുജീവിതത്തിന് പിന്നാലെ നിരവധി മികച്ച പ്രൊജക്റ്റുകൾ റിലീസിനായി കാത്തു നിൽക്കുന്നുണ്ട്. ജിത്തു മാധവൻ്റെ ആവേശവും വിനി ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷവും ജയ് ഗണേശുമാണ് വിഷു കളറാക്കാനെത്തുന്ന മലയാള ചിത്രങ്ങൾ. ഇവർക്ക് വെല്ലുവിളിയായി ആടുജീവിതം മികച്ച അഭിപ്രായവുമായി തിയേറ്ററുകളിൽ തുടരുന്നുണ്ട്. മെയ് മാസം ടർബോയുമായി മമ്മൂട്ടി എത്തും. ഒപ്പം നടികറുമായി ടോവിനോയും, മലയാളി ഫ്രം ഇന്ത്യയുമായി നിവിനും. എല്ലാം ഫുൾ പാക്കഡ് എൻ്റർടൈനറുകൾ. അജയൻ്റെ 2ാം മോഷണവും ബറോസും കത്തനാരും ബസൂക്കയും ഈ വർഷം ബോക്സ് ഓഫീസ് തകർക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ചിത്രങ്ങളാണ്. മലയാളം തുടങ്ങിയിട്ടേ ഉള്ളൂ.